കുശപുത്രനായ യയാതി മഹാരാജാവിൻ്റെ ചരിത്രമാണ് വൈശമ്പായന മുനി ജനമേജയ രാജാവിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജനമേജയൻ പറഞ്ഞു, പൂരുവിൻ്റെ വംശകാരന്മാരായി പേരുകേട്ടവരായ നരേന്ദ്രന്മാരെ അവരുടെ സത്വവീര സ്വരൂപങ്ങളോടുകൂടി വർണ്ണിച്ചു കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കുലത്തിൽ ശീലഗുണം നശിച്ച് വീര്യം കെട്ട ഒറ്റ രാജാവും സന്താനഹീനരായി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പ്രസിദ്ധി കേട്ടവരും വിജ്ഞാനനിധികളും ആയിട്ടേ തീർന്നിട്ടുള്ളൂ എന്നു ഞാൻ അറിയുന്നു. അവരുടെ ചരിത്രം വിസ്തരിച്ചു മഹർഷിയെ ഭവാൻ പറഞ്ഞു തന്നാലും. ഇതു കേട്ട് വൈശമ്പായന മുനി പറഞ്ഞു, എന്നോട് ഭവാൻ അഭ്യർത്ഥിച്ച പ്രകാരം ഞാൻ അവരുടെ വിസ്തൃതമായ ചരിത്രം പറയാം, കേട്ടാലും. പൂരുവിൻ്റെ വംശകരന്മാരായി ഇന്ദ്രപ്രഭാവന്മാരും ദ്രവ്യവീര്യാഢ്യന്മാരും സർവലക്ഷണപൂർണരുമായി പ്രവീരൻ, ഈശ്വരൻ, രൗദ്രാശ്വൻ എന്നു പേരായ 3 മക്കൾ പൂരുവിന് പൗഷ്ട്രി എന്ന പത്നിയിൽ ഉണ്ടായി. അതിൽ പ്രവീരനെ കൊണ്ടാണ് വംശ തുടർച്ചയുണ്ടായത്. പ്രവീരന് ശൂരസേനി എന്ന ഭാര്യയിൽ മനസ്യു എന്ന പുത്രനുണ്ടായി. അവൻ 4 ആഴി ചൂഴുന്ന ഭൂമിയൊക്കെ അധിപനായി. മനസ്സുനിക്ക് സൗവീരി എന്ന ഭാര്യയിൽ മഹാശൂരന്മാരും മഹാരഥന്മാരുമായി ശക്തൻ, സംഹനൻ, വാഗ്മി എന്നീ 3 പുത്രന്മാരുണ്ടായി. രൗദ്രാശ്വന് അപ്സരസായ മിത്രകേശിയിൽ വീരന്മാരായ 10 പുത്രന്മാരുണ്ടായി. അവർ എല്ലാവരും യജ്ഞോക്കളും പുത്രവാന്മാരും ബഹുശ്രുതന്മാരും സർവശാസ്ത്ര ശസ്ത്ര ദക്ഷന്മാരും ധർമ്മശാലികളുമായിരുന്നു. ഋചേയു, കക്ഷേയു, കൃപണേയു, സ്ഥണ്ഡിലേയു, വനേയു, സ്ഥലേയു, തേജേയു, ബലവാനും ധീമാനുമായ സത്യേയു, ഹരിവിക്രമനായ ധർമ്മേയു, സുരൂപമനായ സന്നതേയു ഇവർ ആയിരുന്നു ആ 10 മക്കൾ. വിദ്വാനും ഏകരാജാവുമായ ഋചേയു വാനവർക്ക് ഇന്ദ്രൻ എന്ന പോലെ വിക്രമനായി അനാദൃഷ്ടി എന്നും പ്രസിദ്ധനായി. അനാദൃഷ്ടിയുടെ പുത്രനാണ് രാജസൂയം, അശ്വമേധം മുതലായ യാഗങ്ങൾ കഴിച്ച കീർത്തിമാനും ധാർമ്മികനുമായ മതിനാരൻ. മതിനാരന് തംസു, മഹാൻ, അതിരഥൻ, ദ്രൂഹു എന്നീ 4 മക്കൾ ഉണ്ടായി. മതിനാര രാജാവിൻ്റെ 4 പുത്രന്മാരിൽ പൗരവനായിരുന്നു വീരനായ തംസു. ഭൂമി ജയിച്ച് അവൻ വളരെ പ്രസിദ്ധി നേടി. വീര്യവാനായ തംസുവിൻ്റെ പുത്രനാണ് ഇളീനൻ. ആ രാജാവും ഭൂമിയൊക്കെ ജയിച്ചു. ഇളീനന് പഞ്ചഭൂതങ്ങൾ പോലെ 5 പുത്രന്മാരുണ്ടായി. രഥന്ധരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്ഞി. ദുഷ്യന്തൻ, ശൂരൻ, ഭീമൻ, പ്രവസു, വസു എന്നിവരാണ് അദ്ദേഹത്തിനുണ്ടായ 5 പുത്രന്മാർ. ഇവരിൽ മൂത്തവൻ ദുഷ്യന്തനായിരുന്നു. ദുഷ്യന്തന് ശകുന്തളയിൽ ഭരതൻ ഉണ്ടായി. ആ ഭരതൻ മൂലമാണ് ഭാരതവംശം പ്രസിദ്ധമായത്. ഭരതന് 3 ഭാര്യമാരുണ്ടായിരുന്നു. 3 പേരിലും കൂടി 9 പുത്രന്മാരുണ്ടായി. രാജാവ്
തനിക്കു ചേർന്ന പുത്രന്മാരല്ല അവർ എന്നു കണ്ട് ആ പുത്രന്മാരെ ഇഷ്ടപ്പെട്ടില്ല, ലാളിച്ചില്ല. അതിൽ ക്രോധിച്ച് അമ്മമാർ ആ പുത്രന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ആ രാജാവിന് പുത്രന്മാരാരും ഇല്ലാതെയായി. പിന്നെ ഭരതരാജാവ് മഹായാഗങ്ങൾ ചെയ്തു. ഭരദ്വാജ മഹർഷിയുടെ കരുണ കൊണ്ട് ഭൂമന്യു എന്ന പുത്രനെ നേടി. താൻ പുത്രവാനായി എന്നു കണ്ട് സന്തോഷിച്ച് പൗരവ രാജാവ് ഭൂമന്യുവിനെ യുവരാജാവാക്കി. ഭൂമന്യുവിന് വിധിരഥൻ എന്ന പുത്രനുണ്ടായി. പിന്നെ സുഹോത്രൻ, സുഹോദാവ്, സുഹവിസ്, യജുസ്, ഋചീകൻ എന്നീ പുത്രന്മാരും പുഷ്കരണി എന്ന പത്നിയിൽ ഭൂമന്യുവിന് ഉണ്ടായി. അവരിൽ മൂത്തവൻ സുഹോത്രനായിരുന്നു. ആ രാജാവ് കരബലം കൊണ്ടും രാജ്യം നേടി. രാജസൂയം, അശ്വമേധം മുതലായ പല യജ്ഞങ്ങളും ചെയ്തു. ആഴിച്ചൂഴുന്ന ഈ ഊഴി പരിപാലിച്ച് ഗജങ്ങൾ, അശ്വങ്ങൾ, രഥങ്ങൾ, രത്നങ്ങൾ എന്നിവ ധാരാളം നേടി. സമ്പൽ സമൃദ്ധിയുടെ ഭാരം കൊണ്ട് ഭൂമി ആഴിയിൽ താഴുന്ന വിധത്തിലായി തീർന്നു. ആന, തേര്, കുതിരകൾ, നാനാതരത്തിലുള്ള ആളുകൾ ഇവയോടുകൂടി ഭൂചക്രം ധർമ്മത്തോടുകൂടി സുഹോത്രൻ പരിപാലിക്കുന്ന കാലത്ത് ചൈത്യയൂപാധികളായ ചിഹ്നങ്ങളോടുകൂടി ഭൂമി പ്രകാശിച്ചു. സുഹോത്രന് ഐക്ഷ്വാകി എന്ന ഭാര്യയിൽ 3 പുത്രന്മാരുണ്ടായി. അജമീഡൻ, സുമീഡൻ, പുരുമീഡൻ എന്നിവരായിരുന്നു അവർ. അവരിൽ മൂത്തവൻ അജമീഡനായിരുന്നു. വംശവർദ്ധനനായ അജമീഡന് 3 ഭാര്യമാരിൽ 6 പുത്രന്മാർ ഉണ്ടായി. ധൂനിയിൽ ഋക്ഷ്വൻ ഉണ്ടായി. ദുഷ്യന്തൻ, പരമേഷ്ടി എന്നിവർ നീലിയിൽ ഉണ്ടായി. ജഹ്നുവും വ്രജനനും രൂപിണനും കേശിയിൽ ഉണ്ടായി. രാജാവേ, ഇപ്രകാരം സർവപാഞ്ചാലന്മാരും ദുഷ്യന്തൻ്റെയും പരമേഷ്ടിയുടെയും വംശത്തിലുണ്ടായവരാണ്. അതിതേജസ്വികളായ കൗശികന്മാർ ജഹ്നുവിൻ്റെ കുലജാതന്മാരാണ്. ജനരൂപിണന്മാരുടെ അഗ്രജൻ ഋക്ഷൻ രാജാവായി. ഋക്ഷന് സംവരണൻ എന്ന പുത്രനുണ്ടായി. പ്രസിദ്ധനായ വംശവർദ്ധനനാണ് സംവരണൻ. ആ രാജാവ് ഈ രാജ്യം ഭരിച്ച കാലത്ത് പ്രജകൾക്ക് വളരെ നാശമുണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. പലതരം നാശങ്ങൾ കാരണം രാജ്യം തകർന്നുപോയി. ദാരിദ്ര്യവും അനാവൃഷ്ടിയും വ്യാധിയും കാരണം നാശത്തിൽപ്പെട്ടു. അപ്പോൾ ശത്രു സൈന്യം ഭാരതരോട് പടയ്ക്ക് ഒരുങ്ങി. പാഞ്ചാല്യൻ 10 അക്ഷൗണി സൈന്യങ്ങളോടുകൂടി എതിർത്ത് രാജാവിനെ തോൽപ്പിച്ച് ഭൂമി കൈക്കലാക്കി. ഭാര്യ, മക്കൾ, മന്ത്രിമാർ, ഇഷ്ടജനങ്ങൾ എന്നിവരോടെല്ലാം എല്ലാവരോടും കൂടി രാജാവ് ഭയപ്പെട്ട് ഓടിപ്പോയി. സിന്ധു നദിയുടെ കുഞ്ചപ്രദേശത്തെത്തി. പർവ്വതത്തിൻ്റെ അടിപ്പാട്ടിൽ പുഴവക്കത്ത് താമസമാക്കി. അവിടെ ദുർഗപ്രദേശത്ത് ആ ഭാരത വംശരാജാക്കന്മാർ വളരെ നാൾ പാർത്തു. ഏകദേശം 1000 വർഷമാണ് അവിടെ അവർ താമസിച്ചത്. അക്കാലത്ത് വസിഷ്ഠ മഹർഷി ആ ഭാരതന്മാരുടെ അടുത്ത് ചെന്നു. മുനിയുടെ വരവറിഞ്ഞ് എതിരേറ്റ് അഭിവാദ്യം ചെയ്ത് അർഘ്യം നൽകി മഹർഷിയെ ഭാരതന്മാർ സ്വീകരിച്ചു. മുഖശ്രീയുള്ളവനായ മുനിക്ക് സൽക്കാരങ്ങൾ ചെയ്ത് പീഠത്തിൽ ഇരുത്തി ആ മഹർഷിയോട് രാജാവ് പറഞ്ഞു. സംവരണ രാജാവ് പറഞ്ഞു, മഹർഷി, ഭവാൻ ഞങ്ങളുടെ ഗുരുവായാലും ഭവാൻ ഞങ്ങൾക്ക് ഗുരുവായി ഭവിച്ചാൽ നഷ്ടപ്പെട്ട നാട് ഉടനെ വീണ്ടെടുക്കാം. ഇത്രയും
കഥ പറഞ്ഞപ്പോൾ വൈശമ്പായനൻ ഇടയ്ക്ക് പറഞ്ഞു, വസിഷ്ഠ മഹർഷി അത് സമ്മതിച്ചു. അങ്ങനെയാകാം എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ വസിഷ്ഠ മഹർഷി ഭാരതാചാര്യനായി തീർന്നു. പിന്നെ മഹർഷി സംവരണനെ സാമ്രാട്ടായി അഭിഷേകം ചെയ്തു. ഗോവാകുന്ന ഭൂമിക്ക് ശൃംഗം പോലെ ശോഭിക്കുന്ന പ്രസിദ്ധമായ പുരം, മുമ്പ് ഭാരതന്മാർ വാണ പുരം വീണ്ടെടുത്തു. പിന്നെ പല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി കപ്പം വാങ്ങി. ഇപ്രകാരം ഭൂമി വീണ്ടെടുത്ത് വളരെ യാഗങ്ങൾ ദക്ഷിണയോടെ ആ രാജാവ് നടത്തി പ്രബലനും പ്രസിദ്ധനുമായി. സത്കർമ്മങ്ങൾ കൊണ്ട് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചു. സൂര്യപുത്രിയായ തപതിയിൽ സംവരണന് കുരു എന്ന പുത്രൻ ജനിച്ചു. ബാല്യത്തിൽ തന്നെ ധർമ്മജ്ഞനായ കുരു രാജാവാകുവാൻ നാട്ടുകാർ പ്രാർത്ഥിച്ചു. കുരു ജാങ്കല രാജ്യം അവൻ്റെ പേരുമൂലം പ്രസിദ്ധമായി. കുരുവിൻ്റെ പേരോടുകൂടി ആ രാജ്യം പ്രസിദ്ധി സമ്പാദിച്ചു. കുരുവിൻ്റെ തപസ് കൊണ്ട് കുരുക്ഷേത്രം പുണ്യമാവുകയും ചെയ്തു. അശ്വവാൻ, അഭിക്ഷ്യൻ, ചൈത്രരഥൻ, മുനി, ജനമേജയൻ എന്നിവരാണ് കുരുവിൻ്റെ 5 പുത്രന്മാർ. സുശീലയായ വാഹിനിയാണ് ഇവരുടെ അമ്മ എന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അശ്വവാൻ്റെ മകൾ അവിക്ഷിത്തായിരുന്നു. അവിക്ഷ്യത്തിന് പരീക്ഷിത്ത്, ശബളാശ്വൻ, ആദിരാജൻ, വിരാജൻ, ശാൽമലി, ഉച്ചൈശ്രവസ്, ഭദ്രകാരൻ, ജിതാരി എന്നിങ്ങനെ 8 പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തിൽ ഗുണങ്ങൾ കൊണ്ട് കീർത്തിമാന്മാരായി ശോഭിച്ചു. പരീക്ഷിത്തിന് ജനമേജയൻ മുതൽ 7 പുത്രന്മാരുണ്ടായി. എല്ലാവരും ധർമ്മവേദികളാണ്. ജനമേജയൻ, കക്ഷസേനൻ, ഉഗ്രസേനൻ, വീരനായ ചിത്രസേനൻ, ഇന്ദ്രസേനൻ, സുഷേണൻ, ഭീമസേനൻ എന്നിവരാണ് പരീക്ഷിത്തിൻ്റെ പുത്രന്മാർ. ഇവരെല്ലാം കീർത്തിമാന്മാരായ ജയശാലികളാണ്. ജനമേജയന് 8 പുത്രന്മാരുണ്ടായി. ധൃതരാഷ്ട്രൻ, പാണ്ഡു, ബാൽഹീകൻ, നിഷധൻ, ജംബുനാഥൻ, കുണ്ടോദരൻ, പദാതി, വസാതി ഇവർ 8 പേരും ധർമ്മവിത്തുക്കളും സർവജനങ്ങൾക്കും ഹിതകാരികളുമായിരുന്നു. ഇവരിൽ മൂത്തവനായ ധൃതരാഷ്ട്രൻ നാടു ഭരിച്ചു. ധൃതരാഷ്ട്രന് കുണ്ടികൻ, ഹസ്തി, വിതർക്കൻ, ക്രാധൻ, കുണ്ടിനൻ, ഹവിശ്രവസ്, ഇന്ദ്രാഭൻ, സുമന്യു, പ്രദീപൻ, ധർമ്മനേത്രൻ, സുനേത്രൻ എന്നിങ്ങനെ അനേകൻ പുത്രന്മാരുണ്ടായി. ധൃതരാഷ്ട്രപുത്രന്മാരിൽ പേർ പുകഴ്ന്നവർ 3 പേരാണ്: പ്രദീപൻ, ധർമ്മനേത്രൻ, സുനേത്രൻ. ഇവരിൽ എതിരില്ലാതെ പുകഴ്ന്ന ശ്രേഷ്ഠൻ പ്രദീപനാണ്. പ്രദീപന് 3 പുത്രന്മാരുണ്ടായി: ദേവാഭി, ശന്തനു, ബാൽഹീകൻ എന്നിവരാണവർ. ശന്തനുവും മഹാരഥനായ ബാൽഹീകനും രാജാക്കന്മാരായി. ഭരതൻ്റെ കുലത്തിൽ പിറന്ന വീര്യന്മാരായ രാജാക്കന്മാരിൽ മിക്കവരും പുകഴ്ന്നവരും ദേവർഷി തുല്യന്മാരുമായിരുന്നു. ഭൂമിയിൽ മഹാരഥന്മാരും ദേവതുല്യന്മാരുമായി. ഇങ്ങനെ മനുവിൻ്റെ കുലത്തിൽ ഐളാന്വയത്തിൽ മഹാന്മാരായ അനവധി വംശവർദ്ധനന്മാരായ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട്. വൈശമ്പായ മുനി ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ജനമേജയ രാജാവ് വീണ്ടും ചോദിച്ചു, അല്ലയോ മഹാശയ, അങ്ങു പറഞ്ഞ പൂർവന്മാരുടെ സംഭവചരിത്രം ഞാൻ കേട്ടു. ഈ വംശത്തിലെ രാജാക്കന്മാരെല്ലാം പ്രസിദ്ധന്മാരായ ഉദാരന്മാരാണ്. ഭവാൻ ചുരുക്കി പറഞ്ഞ എൻ്റെ ചരിത്രകീർത്തനം കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. അതൊക്കെ ഭവാൻ വിസ്തരിച്ചു പറഞ്ഞു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദക്ഷൻ, മനു മുതൽക്കുള്ളവരുടെ മഹാദിവ്യമായ കഥ, അവരുടെ ജന്മവൃത്താന്തം എന്നിവയൊക്കെ ആർക്കാണ് സന്തോഷം നൽകാതിരിക്കുക? ഇത് കേട്ടപ്പോൾ വൈശമ്പായനൻ പറഞ്ഞു, അല്ലയോ രാജാവേ,
വ്യാസൻ പറഞ്ഞ വിധം തന്നെ ഞാൻ അങ്ങയുടെ വംശത്തിൻ്റെ മഹത്തായ ചരിത്രം പറയാം, അങ്ങ് സസന്തോഷം കേട്ടാലും. ദക്ഷൻ്റെ പുത്രിയാണ് അദിതി. അദിതിക്ക് പുത്രനായി വിവസ്വാൻ ഉണ്ടായി. വിവസ്വാന് മനുവും, മനുവിന് ഇളയും, ഇളയ്ക്ക് പൂരൂരവസ്സും, പൂരൂരവസ്സിന് ആയുസ്സും, ആയുസ്സിന് നഹുഷനും, നഹുഷന് യയാതിയും സന്താനങ്ങളായി ഉണ്ടായി. യയാതിക്ക് 2 ഭാര്യമാരായിരുന്നു. യയാതിയുടെ ഭാര്യമാർ ഒന്ന് ശുക്രമഹർഷിയുടെ പുത്രിയായ ദേവയാനിയും രണ്ടാമത്തവൾ വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും ആയിരുന്നു. അവർക്ക് 5 സന്താനങ്ങൾ ഉണ്ടായി. ദേവയാനിയുടെ മക്കൾ യദു, തുർവസു എന്നീ 2 പേരാണ്. ശർമ്മിഷ്ഠയുടെ പുത്രന്മാർ ദ്രൂഹ്യു, അനു, പൂരു എന്നീ 3 പേരായിരുന്നു. ഇവരിൽ യദുവിൻ്റെ സന്താന പരമ്പരയാണ് യാദവന്മാർ. പുരുവിൻ്റെ സന്താന പരമ്പരയാണ് പൗരവന്മാർ. പൂരുവിൻ്റെ ഭാര്യ കൗസല്യ എന്ന സ്ത്രീയായിരുന്നു. അവളിൽ ജനമേജയൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹം 3 അശ്വമേധവും വിശ്വജിത്ത് എന്ന യാഗവും കഴിച്ച് അതിനുശേഷം വാനപ്രസ്ഥം സ്വീകരിച്ചു. ജനമേജയൻ അനന്ത എന്നു പേരുള്ള മാധവിയെ പാണിഗ്രഹണം ചെയ്തു. അവളിൽ പ്രാചീനൻ എന്നു പേരായ പുത്രൻ ജനിച്ചു. അവൻ സൂര്യോദയം വരെയുള്ള കിഴക്കേ ദിക്കൊക്കെ ജയിച്ചു കീഴടക്കി. അതുകൊണ്ടാണ് പ്രചീന്വാൻ എന്ന പേര് ഉണ്ടായത്. പ്രാചീന്വാൻ അശ്മിക എന്ന യാദവിയെ പാണിഗ്രഹണം ചെയ്തു. അവളിൽ സംയാതി എന്ന പുത്രനുണ്ടായി. സംയാതി ദൃഷദ്വാന്റെ പുത്രിയായ വരാങ്കിനിയെ വരിച്ചു. അവളിൽ അഹംയാതി ഉണ്ടായി. അഹംയാതി കൃതവീര്യപുത്രിയായ ഭാനുമതിയെ വിവാഹം ചെയ്തു. അവളിൽ സാർവഭൗമനുണ്ടായി. സാർവഭൗമൻ കേകയ രാജാവിനെ യുദ്ധത്തിൽ ജയിച്ച് അദ്ദേഹത്തിൻ്റെ മകളായ സുനന്ദയെ കൊണ്ടുപോയി. അവളിൽ ജയൽസേനൻ എന്ന ഒരു പുത്രൻ പിറന്നു. ജയൽസേനൻ ശ്രുതവ എന്ന വൈദർഭിയെ വിവാഹം ചെയ്തു. അവളിൽ അവാചീനൻ എന്ന പുത്രൻ ജനിച്ചു. അവാചീനൻ വിദർഭയിലെ മറ്റൊരു രാജാവിൻ്റെ പുത്രിയായ മര്യാദയെ വിവാഹം ചെയ്തു. അവളിൽ അരിഹൻ എന്ന പുത്രനുണ്ടായി. അരിഹൻ ഖൽവാങ്കിയെ വിവാഹം ചെയ്തു. അവളിൽ മഹാഭൗമനുണ്ടായി. മഹാഭൗമൻ പ്രസേനജിത്തിൻ്റെ പുത്രിയായ സുയജ്ഞയെ വിവാഹം ചെയ്തു. അവൾ അയുധനായി എന്ന പുത്രനെ പ്രസവിച്ചു. അവൻ 10,000 പുരുഷമേധം ചെയ്തതുമൂലമാണ് അയുധനായി എന്നു പ്രസിദ്ധനായത്. അയുധനായി പൃഥുശ്രവസിൻ്റെ മകളായ കാമ എന്ന സ്ത്രീയെ പാണിഗ്രഹണം ചെയ്തു. അവൾ അക്രോധനൻ എന്ന പുത്രനെ പ്രസവിച്ചു. അവൻ കലിംഗപുത്രിയായ കരംഭയെ വിവാഹം ചെയ്തു. അവൾ ദേവാധിതി എന്ന ഒരു പുത്രനെ പ്രസവിച്ചു. ദേവാധിതി വിദേഹപുത്രിയായ മര്യാദയെ വിവാഹം ചെയ്തു. മര്യാദയിൽ അരിഹൻ എന്ന പുത്രനുണ്ടായി. അരിഹൻ ആംഗേകിയായ സുദേവയെ വിവാഹം ചെയ്തു. അവൾ ഋക്ഷുൻ എന്ന ഒരു പുത്രനെ പ്രസവിച്ചു. ഋക്ഷുൻ തക്ഷകന്റെ പുത്രിയായ ജ്വാലയെ വിവാഹം ചെയ്തു. അവൾ മതിനാരൻ എന്ന പുത്രനെ പ്രസവിച്ചു. മതിനാരൻ സരസ്വതീ തീരത്തിൽ ഗുണസമ്പൂർണമായ വിധത്തിൽ 12 ആണ്ടുകൊണ്ട് കഴിയുന്ന ഒരു സത്രം കഴിച്ചു. സത്രം കഴിഞ്ഞപ്പോൾ സരസ്വതി മൂർത്തിമതിയായി ചെന്ന് അവനെ ഭർത്താവായി സ്വീകരിച്ചു. അവൾ തംസു എന്ന പുത്രനെ പ്രസവിച്ചു. തംസുവിന് കലിംഗരാജപുത്രിയിൽ ഇളീനൻ എന്ന പുത്രൻ ജനിച്ചു. ഈളീനന് രഥന്തതിയിൽ ദുഷ്യന്തൻ മുതലായ 5 പുത്രന്മാരുണ്ടായി.
വിശ്വാമിത്രപുത്രനായ ശകുന്തളയെ ദുഷ്യന്തൻ പാണിഗ്രഹണം ചെയ്തു. അവളിൽ ഭരതനുണ്ടായി. ഭരതൻ കാശിരാജാവായ സർവസേനന്റെ പുത്രിയായ സുനന്ദയെ വിവാഹം ചെയ്തു. അവളിൽ ഭൂമന്യു എന്ന പുത്രനുണ്ടായി. ഭൂമന്യു ദശാർഹ രാജാവിൻ്റെ പുത്രിയായ വിജയയെ വിവാഹം ചെയ്തു. അവളിൽ സുഹോത്രനുണ്ടായി. സുഹോത്രൻ ഇക്ഷാകുകന്യകയായ സുവർണയെ പാണിഗ്രഹണം ചെയ്തു. അവളിൽ ഹസ്തി എന്ന പുത്രനുണ്ടായി. അവൻ ഹസ്തിനാപുരം പണിയിച്ചു. ഹസ്തി നിർമ്മിച്ചത് കൊണ്ടാണ് ഹസ്തിനാപുരമെന്ന ആ പേര് കൊട്ടാരത്തിനു വന്നത്. ഹസ്തി ത്രിഗർത്തരാജപുത്രിയായ യശോധരയെ വിവാഹം ചെയ്തു. അവൾ വികുണ്ഠനൻ എന്ന പുത്രനെ പ്രസവിച്ചു. വികുണ്ഠനൻ ദശാർഹിയായ സുദേവയെ വിവാഹം ചെയ്തു. അവളിൽ അജമീഡൻ ഉണ്ടായി. അജമീഡന് കൈകേകി, ഗാന്ധാരി, വിശാല, ഋക്ഷ എന്ന 4 ഭാര്യമാരിൽ 2400 മക്കളുണ്ടായി. അവർ അമ്മ വഴി അനുസരിച്ച് ഓരോ വംശം സ്ഥാപിച്ച് അവരിൽ വംശവർദ്ധനൻ സംവരണനാണ്. സംവരണൻ വിവസ്വാന്റെ പുത്രിയായ തപതിയെ വിവാഹം ചെയ്തു. അവളിൽ കുരു എന്ന പുത്രനുണ്ടായി. കുരു ദാശാർഹപുത്രിയായ ശുഭാംഗിയെ വിവാഹം ചെയ്തു. അവളിൽ വിദുരഥനുണ്ടായി. വിദുരഥൻ മധുരദേശ രാജാവിൻ്റെ പുത്രിയായ സുയയെ വിവാഹം ചെയ്തു. അവൾ ഭീമസേനരു പുത്രിയായ സുപ്രിയയെ വിവാഹം ചെയ്തു. അവളിൽ അനശ്വാവ് എന്ന പുത്രനുണ്ടായി. അനശ്വാവ് മാഗധ രാജപുത്രിയായ അമൃതയെ വിവാഹം ചെയ്തു. അവളിൽ പരീക്ഷിത്ത് എന്ന പുത്രൻ ഉണ്ടായി. പരീക്ഷത്തിന് ബാഹുദശ രാജാവിൻ്റെ പുത്രിയായ സുയശയെ വിവാഹം ചെയ്തു. അവൾ ഭീമസേനൻ എന്ന പുത്രനെ പ്രസവിച്ചു. ഭീമസേനൻ കേകയ രാജാവിൻ്റെ പുത്രിയായ കുമാരിയെ വിവാഹം ചെയ്തു. അവളിൽ അദ്ദേഹത്തിന് പ്രതിസ്രവസ് എന്ന പുത്രനുണ്ടായി. പ്രതിസ്രവസിന് പ്രദീപനുണ്ടായി. അവൻ ശൈബ്യരാജാവിൻ്റെ പുത്രിയായ സുനന്ദയെ വിവാഹം ചെയ്തു. അവളിൽ അദ്ദേഹത്തിന് ദേവാഭി, ശന്തനു, പാൽഹീകൻ എന്ന 3 മക്കളുണ്ടായി. ദേവാഭി ബാല്യത്തിൽ തന്നെ വനവാസം ചെയ്തു. അതുകൊണ്ട് ശാന്തനു രാജാവായി. ശാന്തനു കൈകൊണ്ട് തൊട്ടാൽ വൃദ്ധനു പോലും സൗഖ്യമുണ്ടാകും. അവൻ വീണ്ടും യുവാവാവും. അതുകൊണ്ടാണ് ശാന്തനു എന്ന് അവന് പേരുണ്ടായതത്രേ. ശാന്തനു ഭഗീരഥിയായ ഗംഗാദേവിയെ വിവാഹം ചെയ്തു. അവളിൽ അദ്ദേഹത്തിന് ദേവവ്രതൻ എന്ന പുത്രനുണ്ടായി. അവനാണ് ഭീഷ്മൻ. അവൻ്റെ അച്ഛൻ്റെ ഇഷ്ടം അറിഞ്ഞ് സത്യവതിയെ അച്ഛനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. അവൾ ഗന്ധകാളി എന്ന് പ്രസിദ്ധപ്പെട്ടവളാണ്. അവളുടെ കന്യാപുത്രനാണ് ദ്വൈപായനനായ വേദവ്യാസൻ. അവൻ പരാശരപുത്രനാണ്. സത്യവതിയിൽ ശാന്തനുവിനും വിചിത്രവീര്യനും ചിത്രാംഗതനുമുണ്ടായി. ചിത്രാംഗതനെ യൗവനം തികയുന്നതിന് മുൻപ് തന്നെ ഒരു ഗന്ധർവൻ കൊന്നു. വിചിത്രവീര്യൻ രാജാവായി. കൗസല്യയുടെ മകളായ അംബിക, അംബാലിക എന്നു പേരായ 2 കാശി രാജപുത്രന്മാരെ വിചിത്രവീര്യൻ വിവാഹം ചെയ്തു. വിചിത്രവീര്യൻ സന്താനമുണ്ടാകാതെ തന്നെ മരിച്ചു. സത്യവതി ദുഷ്യന്ത വംശം നശിച്ചു പോകരുതെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് ദ്വൈപായന മഹർഷിയെ ധ്യാനിച്ചു. അദ്ദേഹം അമ്മയുടെ അടുത്ത് ചെന്ന് നിന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. നിന്റെ ഭ്രാതാവായ വിചിത്രവീര്യൻ സന്തതിയുണ്ടാകാതെയാണ് സ്വർഗം പ്രാപിച്ചത്. അവന് പുത്രോത്പാദനം ചെയ്തു കൊടുക്കണമെന്ന് അമ്മ അവനോട് പറഞ്ഞു. അമ്മയുടെ ആജ്ഞയനുസരിച്ച് വിചിത്രവീര്യൻ്റെ ഭാര്യമാരിൽ സന്താനോൽപാദനം നിർവഹിച്ചു. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ എന്ന ഇവർ വ്യാസപുത്രന്മാരായി ജനിച്ചു. ധൃതരാഷ്ട്രന് വ്യാസന്റെ വരം കൊണ്ട് 100 പുത്രന്മാർ ഉണ്ടായി. അതിൽ പ്രധാനികൾ ദുര്യോധനൻ, ദുശാസനൻ, വികർണൻ, ചിത്രസേനൻ എന്ന 4 പേരാണ്.
പാണ്ഡുവിന് കുന്തിഭോജന്റെ പുത്രിയായ പൃഥയും മാദ്രിയും ഇങ്ങനെ രണ്ടുപേരും ഭാര്യമാരായി. പാണ്ഡു നായാട്ടിനിടയിൽ ഒരു മഹർഷി മാനിന്റെ രൂപത്തിൽ മാൻപേടയുമായി മൈഥുനം ചെയ്യുന്ന സമയത്ത് കാമസുഖം പ്രാപിക്കുന്നതിന് മുൻപ് അറിയാതെ അമ്പെയ്തു കൊന്നു. അമ്പ് കൊണ്ട് മരിക്കുന്ന മഹർഷിയുടെ ശാപമുണ്ടായി. ധർമ്മം അനുഷ്ഠിക്കുന്ന എന്നെ കാമസുഖം അനുഭവിക്കുന്നതിന് മുൻപായി കാമരസാഭിജ്ഞനായ നീ ഹനിച്ചതുകൊണ്ട് നീയും ഈ നിലയിൽ വന്നാൽ കാമരസം അനുഭവിക്കുന്നതിന് മുൻപ് ഉടൻ മരിക്കും എന്നു ശപിച്ചു. ഇത് കേട്ട് വിളറിയ പാണ്ഡു ദുഃഖിച്ചു. ഭാര്യമാരോട് വിവരം പറഞ്ഞു. എൻ്റെ ചാപല്യം കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ശാപം ലഭിച്ചു. സന്തതിയില്ലാത്തവന് ലോകങ്ങൾ ഇല്ലെന്നു കേൾക്കുന്നു. അതുകൊണ്ട് നീ എനിക്കു വേണ്ടി പുത്രോത്പാദനം ചെയ്യണമെന്ന് കുന്തിയോട് അയാൾ പറഞ്ഞു. അവൾ അത് അനുസരിച്ചു. പുത്രോത്പാദനം ഉണ്ടാകാത്ത ഭാര്യമാർക്ക് ദേവന്മാരിൽ നിന്നും ഭർത്താവിൻ്റെ അനുവാദത്തോടുകൂടി സന്താനങ്ങൾ ഉണ്ടായി. കുന്തിക്ക് ധർമ്മനിൽ നിന്ന് യുധിഷ്ഠിരനും വായുവിൽ നിന്ന് ഭീമസേനനും ഇന്ദ്രനിൽ നിന്ന് അർജുനനും ഉണ്ടായി. സന്തുഷ്ടനായ പാണ്ഡു, നിന്റെ ഈ സപത്നിക്കും സന്തതിയില്ലല്ലോ, അവൾക്കും സന്തതിയുണ്ടാക്കി കൊടുക്കുക എന്ന് കുന്തിയോട് പറഞ്ഞു. അപ്രകാരം തന്നെയാകാം എന്ന് പറഞ്ഞ് കുന്തി മാദ്രിക്ക് മന്ത്രം ഉപദേശിച്ചു. മാദ്രി അശ്വിനി ദേവന്മാരിൽ നിന്ന് നകുലനും സഹദേവനും ഉണ്ടായി. ഒരു ദിവസം പാണ്ഡു അലങ്കൃതമായ മാദ്രിയെ കണ്ട് കാമമോഹിതനായി അവളെ തൊട്ട മാത്രയിൽ മരിച്ചു. മാദ്രി ഭർത്താവിൻ്റെ ചിതാഗ്നിയിൽ ചാടി. ഭർത്താവിനെ പിന്തുടരുന്ന അവൾ യാത്ര പറയുമ്പോൾ മക്കളെ കുന്തിയുടെ പക്കൽ ഏൽപ്പിച്ചു. മഹർഷിമാർ കുന്തിയെ മക്കളോടുകൂടി കൊണ്ടുപോയി ഹസ്തനാപുരിയിൽ ഭീഷ്മനെയും വിതുരനെയും ഏൽപ്പിച്ചു. മറ്റുള്ള സഹരജാതിക്കാരോടും വിവരം അറിയിച്ചു. അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ മഹർഷിമാർ പറഞ്ഞു, ഭഗവാന്മാരായ ആ മഹാശയന്മാരുടെ വാക്കുകേട്ടതോടുകൂടി ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവദുന്ധുബി ശബ്ദിച്ചു. ഏറ്റുവാങ്ങിയതിന് ശേഷം പാണ്ഡവന്മാർ അച്ഛൻ മരിച്ച വിവരം പറയുകയും അദ്ദേഹത്തിൻ്റെ ഊർധ്വഗതിക്കുള്ള കർമ്മങ്ങൾ ക്രമപ്രകാരം ചെയ്യുകയും ചെയ്തു. അവിടെ പാർത്തുവരുന്ന പാണ്ഡവന്മാരിൽ ബാല്യം മുതൽ ദുര്യോധനന് അമർഷമുണ്ടായി. ദുര്യോധനൻ പാപചാരൻ്റെ നിലയിൽ രാക്ഷസ ബുദ്ധിയാൽ അവരെ കൊല്ലുവാൻ ശ്രമിച്ചു. ഭാവിഫലത്തിൻ്റെ ശക്തി കൊണ്ടും ദൈവേച്ഛ നിമിത്തവും അവരെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രൻ വ്യാജത്താൽ വാരണാവതത്തിലേക്ക് അവരെ അയക്കുമ്പോൾ അവർ അത് സമ്മതിച്ചു. അവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുവാൻ ശ്രമിച്ചു. വിതുരന്റെ സഹായത്താൽ അരക്കില്ലത്തിൽ നിന്നും മരിക്കാതെ രക്ഷപ്പെട്ടു. വഴിക്ക് വെച്ച് ഹിഡുംബനെ കൊന്ന് ഏകചക്രയിലെത്തി. ഏകചക്രയിൽ വെച്ച് ബഗനെന്ന രാക്ഷസനെ കൊന്ന് പാഞ്ചാല നഗരത്തിലെത്തി. പാഞ്ചാലിയെ വിവാഹം ചെയ്തു സ്വനഗരിയിലേക്ക് തിരിച്ചു പോന്നു. അവിടെ സുഖമായിരിക്കുമ്പോൾ യുധിഷ്ഠിരന് പ്രതിവിന്ധ്യൻ എന്ന പുത്രനുണ്ടായി. ഭീമസേനന് ശ്രുതസോമൻ, അർജുനന് ശ്രുതകീർത്തി, നകുലന് ശതാകീനൻ, സഹദേവന് ശ്രുതകർമാവ് എന്നിങ്ങനെ 5 പുത്രന്മാർ ദ്രൗപദിയിൽ ഉണ്ടായി. ഗോവാസൻ എന്ന ശൈബ്യന്റെ കന്യകയായ ദേവികയെ യുധിഷ്ഠിരൻ സ്വയംവരത്തിൽ സമ്പാദിച്ചു. അവളിൽ അദ്ദേഹത്തിന് യൗധേയൻ എന്ന പുത്രനുണ്ടായി. ഭീമസേനൻ വീരശുൽക്കയായ കാശീരാജപുത്രി ബലന്ധരയെ വിവാഹം ചെയ്തു. അവളിൽ സർവകൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. അർജുനൻ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണന്റെ സഹോദരിയും മധുരഭാഷിണിയുമായ സുഭദ്രയെ ഹരിച്ച് സസുഖം സ്വഭവനത്തിലെത്തി. അവളിൽ അർജുനന് അതിഗുണവാനായി വാസുദേവന്റെ വാത്സല്യഭാജനമായി അഭിമന്യു എന്ന പുത്രൻ ജനിച്ചു. നകുലൻ ചേതീരാജപുത്രിയായ കരേണുമതിയെ വേട്ടു. അവളിൽ നരിമിത്രൻ എന്ന പുത്രൻ ജനിച്ചു. സഹദേവൻ
സ്വയംവരത്തിൽ മാതൃരാജാവായ ദുതിമാന്റെ പുത്രിയായ വിജയയെ വിവാഹം ചെയ്തു. അവളിൽ സുഹോത്രൻ എന്ന പുത്രൻ ജനിച്ചു. ഭീമസേനൻ ഹിഡിംബിയിൽ രാക്ഷസനായ ഘടോൽക്കജൻ എന്ന പുത്രനെ ജനിപ്പിച്ചു. ഇങ്ങനെ പാണ്ഡവന്മാർക്ക് 11 മക്കളുണ്ടായി. അവരിൽ വംശകരനായ പുത്രൻ അഭിമന്യുവാണ്. അവൻ വിരാടപുത്രിയായ ഉത്തരയെ വിവാഹം ചെയ്തു. അവൾക്ക് ഉണ്ടായ ഗർഭം നിർജീവമായി പ്രസവിച്ചു. 6-ാം മാസത്തിൽ പിറന്ന ആൺകുട്ടിയെ ഞാൻ ജീവിപ്പിക്കും എന്ന് കൃഷ്ണന്റെ കൽപ്പന പ്രകാരം കുട്ടിയെ കുന്തി മടിയിൽ എടുത്തു. കാലം തികയും മുമ്പേ പിറന്നവനും അസ്ത്രാഗ്നി കൊണ്ട് ദഹിച്ചവനുമാണെന്നെങ്കിലും ആ കുട്ടിയെ ഭഗവാൻ വാസുദേവൻ സ്വന്തം തേജസ് കൊണ്ട് ബലവീര്യ വിക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിധം ജീവിപ്പിച്ചു. ജീവിച്ചതിനു ശേഷം കുരുവംശം പരിക്ഷീണമായിരിക്കുന്ന ആ സന്ദർഭത്തിൽ ജനിക്കയാൽ അവന് പരീക്ഷിത്ത് എന്ന് പേര് നൽകി. പരീക്ഷിത്ത് ഭവാന്റെ അതായത് ജനമേജയന്റെ അമ്മയായ മദ്രാവതിയെ വിട്ടു. അവൾ അങ്ങയെ പ്രസവിച്ചു. ഭവാന് വപുഷ്ടമയിൽ ശതാകീനനും ശംഖുകർണനും ഉണ്ടായി. ശതാകീനന് വൈദേഹിയിൽ അശ്വമേധദത്തൻ എന്ന പുത്രനുണ്ടായിട്ടുണ്ട്. ഇപ്രകാരമാണ്, അല്ലയോ മഹാരാജാവേ, ഇപ്രകാരമാണ് കുരുവിൻ്റെ വംശം അവസാനിക്കുന്നത്. വൈശമ്പായന മുനി കഥ പറഞ്ഞു നിർത്തി.